ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു മൂവി കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി മൂവി കണ്ടായിരുന്നു, ബട്ട് വീഡിയോ ഇടാൻ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇട്ടില്ല. സോ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയത്. സോ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് മനു ആനന്ദ് എന്ന് പറയുന്ന ആളാണ്. പുള്ളി തന്നെയാണ് പടം റൈറ്റ് ചെയ്തേക്കുന്നത്. സോ കാസ്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആര്യ ഉണ്ട്, ശരത് കുമാർ ഉണ്ട്, പിന്നെ മലയാളത്തിൽ നിന്ന് മഞ്ജു വാര്യരുണ്ട്, പിന്നെ അതുല്യ രവി, പിന്നെ ഗൗതം റാം കാർത്തിക്, അങ്ങനെ കുറച്ചധികം ആൾക്കാരെല്ലാവരും കൂടെ വരുന്ന ഒരു പടമാണ്. സോ ബേസിക്കലി പടത്തിൻ്റെ പ്ലോട്ട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പൈ അല്ലെങ്കിൽ അണ്ടർ കവർ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് ഇവർ പിടിച്ചേക്കുന്നത്. സോ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് പടം വിത്ത് ലോ അധികം ഒരു മൂവി എക്സ്പീരിയൻസ് തന്ന അങ്ങനത്തെ ഒരു പടമാണ്. ഭയങ്കര വലിയ സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ വേറൊന്നും അല്ല, നമ്മൾ ഇതുപോലത്തെ ഒന്നല്ല, നമ്മൾ ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള സ്പൈ മൂവീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പൈ ത്രില്ലർ അല്ലെന്നുണ്ടെങ്കിൽ ഏജൻറ്റിൻ്റെ പടങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഹോളിവുഡിൽ നിന്ന് കണ്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഇതിൻ്റെ ബെറ്റർ വന്നെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ആവത്തുള്ളൂ. ഞാൻ പറഞ്ഞ സാധനം മനസ്സിലായില്ലയോ? ഇതിനകത്ത് എല്ലാവരും അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഈവൻ ആര്യാണെങ്കിലും മഞ്ജു വാര്യരുടെ നല്ലൊരു ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ശരത് കുമാറാണ് ഇതിനകത്ത് മിസ്റ്റർ എക്സ് എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നത്. സോ പുള്ളിക്കാരൻ്റെ ഒരു ബാക്ക് സ്റ്റോറീസ്, പുള്ളിക്കാരൻ കറൻ്റ്ലി ഇപ്പം എന്താണ് എന്നൊക്കെ കാണിച്ചു തരുകയും, പിന്നെ ആര്യ ഇവരൊക്കെ ആരാണ്, എന്താണ് ഇവർ ഈ മനസ്സിലായ, അതായത് ഇവർ സ്പൈ ആണ്, ഏജൻ്റാണ്, പക്ഷേ ഇവർ മറ്റുള്ളവർ പോലും അറിയാതെ നോർമൽ പീപ്പിളായിട്ട് ഇവരിങ്ങനെ ജീവിക്കുന്നു. ദെൻ ഇവർക്ക് മിഷൻസ് വരുമ്പം ഇവർ പോയി ചെയ്യുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അത് പറഞ്ഞു പോകുന്നത്. ഇതിനകത്ത് മെയിനായിട്ടെന്ന് പറയുമ്പോൾ ഈ വേൾഡ് വാർ പോലുള്ള ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ശ്രമിക്കുന്നുണ്ട്. ദെൻ അതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഇതുപോലത്തെ കുറച്ച് സ്പൈസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇനിയും വരാൻ കിടപ്പുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് നമ്മളെ ഈ ബാറ്റ്മാൻ്റെ ഒരു മൂവി ഉണ്ട്. ബാറ്റ്മാൻ്റെ നൈറ്റ് റൈസേഴ്സ് എന്ന് പറയുന്ന ഫിലിം കണ്ടതാണോ? 2012 ഇറങ്ങിയത്. സോ അതിനകത്ത് ബാറ്റ്മാൻ ലാസ്റ്റിൽ ഒരു വലിയൊരു ഹ്യൂജ് ബോംബും കൊണ്ട് ബാറ്റ് ഫ്ലയറിലെ പോയിട്ട് കടലിനകത്തോട്ട് ഇത് എക്സ്പ്ലോറായി ബാറ്റ്മാൻ പിന്നെ എന്താണ്, ഏതാണ്, എവിടെയാണെന്നൊക്കെ അറിയാത്ത ഒരു സാധനം കാണിച്ച് ലാസ്റ്റ് പിന്നെ ബ്രൂസ് വെയിൻ എന്നുള്ള ഒരു ക്യാരക്ടറിനെ പിന്നെ വേറെ എവിടെയോ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആൽഫ്രഡ് എന്ന് പറയുന്ന ആ ഒരു ആൾ വന്നിരുന്ന് ഇച്ചിരി കോഫി ഷോപ്പിലൊക്കെ മീറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 0.5% ഉള്ള ഒരു കോപ്പി വെർഷൻ ഇതിനകത്തും കാണിക്കണം. ഇതിനകത്ത് ആര്യ ഇതുപോലെ സാധനം കൊണ്ട് പോകുന്നതും അവിടുന്ന് പുള്ളി മരിച്ചു എന്നുള്ളൊരു കോൺസെപ്റ്റ് സാധനം വരുന്നതും, ദെൻ അത് കഴിഞ്ഞിട്ടുള്ള ബ്ലാ 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 സാധനങ്ങൾ ഇതിനകത്തും ആ ടൈപ്പ് ഓഫ് ഒരു സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇവിടുന്നൊക്കെ എടുത്ത കുറച്ച് സാധനങ്ങളൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ഭയങ്കര വലിയ സംഭവമൊന്നുമില്ല, ഒരു ആവറേജ് എക്സ്പീരിയൻസ് തന്ന സാധനം. നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇഫ് നിങ്ങൾക്ക് നമ്മുടെ ഈ പറഞ്ഞ ആൾക്കാരെ എല്ലാവരെയും ഒരു സ്പൈ വേർഷനിൽ കാണണം, തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ വാച്ച് ദ മൂവി ഇൻ തിയേറ്റർ. അതർവൈസ് യു ക്യാൻ സീ ഇൻ OTT. മഞ്ജു വാര്യർ നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞ പുള്ളിക്ക് അത് നല്ലൊരു ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്തായാലും ഇതിനൊരു സെക്കൻഡ് പാർട്ടൂടെ വരുന്നുണ്ട്. ഐ ഡോണ്ട് നോ വെൻ ഇറ്റ് ഹാപ്പൻഡ്, എന്ന് നടക്കുമെന്ന് നമുക്കറിയത്തില്ല. സോ അതാണ് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ യെസ് ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.